വചനസാരം വചനസാരം. വചനസാരത്തിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 1-ാം തീയതി ആണ്ടുവട്ടത്തിലെ 13-ാം തിങ്കളാഴ്ച ദിവ്യബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു എന്നാണ് ഇവിടെ യേശു ഓർമ്മിപ്പിക്കുന്നത്. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. നാം യേശുവിനെ അന്വേഷിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് സാധ്യമല്ല എന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. യേശു തൻ്റെ യാത്ര വൈകിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. യേശുവിനെ അനുഗമിച്ചു തുടങ്ങിയ ശിഷ്യനും യേശു കൊടുക്കുന്ന ഉത്തരം വ്യത്യസ്തമല്ല. നീ എന്നെ അനുഗമിക്കുക. പഴയ നിയമത്തിൽ പിതാവിനെ സംസ്കരിക്കുക എന്നത് പുത്രന്റെ കടമയാണ്. തോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ തോബിയാസിനോട് പിതാവ് പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. ന്യായമായ ഒരു കാരണത്തിനാണെങ്കിൽ പോലും ജീവിത ദൗത്യം മാറ്റിവെക്കാൻ പാടില്ല എന്നുകൂടി യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ യേശുവിനെ അനുകരിക്കണം. യേശുവിൻ്റെ വിധി തന്നെ സ്വീകരിക്കണം. അതായത് നമ്മുടെ വിധിയും പീഡാസഹനവും മരണവുമായിരിക്കും. എന്നാൽ അതേസമയം ഉദ്ധിതനായ യേശുവിൻ്റെ ജീവൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് മരണം വരെ മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ നമുക്ക് കഴിയണം. നമുക്കും പൗലോസ് അപ്പോസ്തലനെ പോലെ പറയുവാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.